കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് എടപ്പുഴയിലുള്ള ശ്രാമ്പിക്കൽ എസ്.ജെ. മാത്യുവിൻ്റെ വീടാണിത്. കുട്ടിയച്ചൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത്. ഈ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള വഴി ഇരിട്ടിയിൽ നിന്നും എടപ്പുഴ 16 കിലോമീറ്ററോളം ദൂരം വരും. കരിക്കോട്ടക്കരി വഴിയാണ് വരാവുന്നത്. എടപ്പുഴയിൽ നിന്നും മദർ തെരേസ പള്ളിക്കലേക്ക് 1.5 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്തുള്ള വാളത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ശ്രീ കുട്ടിയച്ചനെ എന്ന് വിളിക്കുന്ന മത്തായി എസ്.ജെയും കുടുംബത്തെയുമാണ്. മത്തായി എസ്.ജെയുടെ ഒരു പൂർവിക ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രാമ്പിക്കൽ കുടുംബത്തിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഔസേപ്പ് തൊമ്മനിൽ നിന്നാണ്. 1840 1931 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് 6 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാളാണ് തൊമ്മൻ. തൊമ്മൻ്റെ 5 മക്കളിൽ മൂത്ത മകനാണ് ഔസേപ്പ്. ഔസേപ്പിന് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തെ മകനാണ് ജോസഫ് എന്ന് വിളിക്കുന്ന കുഞ്ഞുഞ്ഞ്. കുഞ്ഞുഞ്ഞിൻ്റെ 2ാമത്തെ മകനാണ് ശ്രീ മത്തായി എസ്.ജെ. കുട്ടിയച്ചൻ എന്നാണ് സ്നേഹത്തോടെ ആൾക്കാർ വിളിക്കുന്നത്. കുട്ടിയച്ചൻ്റെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. കുട്ടിച്ചൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് അല്ലെ? ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് എങ്ങനെയാ? മത്തായി. മത്തായി എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വാളത്തോട് എന്ന് പറയും. വാളത്തോട് ആണ്. ഈ വാളത്തോട് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 42 വർഷമായി. ഈ വാളത്തോട് വരുന്നതിന് മുമ്പ് എവിടെയാ താമസിച്ചിരുന്നത്? ചെമ്പനോട് എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ജനിച്ചു വളർന്നതൊക്കെ ചെമ്പനോടെയാണോ? അല്ല, കുമളി കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ് അവിടെ പഠിച്ചു. 1ാം ക്ലാസ് 2ാം ക്ലാസ് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ചെമ്പനോടേക്ക് വരുന്നത്. അതിനുശേഷം 42 വർഷമായിട്ട് ഇവിടെയാണ് വരുന്നത്. ഫാദറൊക്കെ നേരത്തെ എവിടെയാണ് താമസിച്ചിരുന്നത്? ആദ്യം ഹൈറേഞ്ചിൽ തന്നെ ആയിരുന്നു. കുറച്ച് വർഷം ഞങ്ങളെല്ലാം കൂടെ അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് അത് വിറ്റ് കയറി വന്ന് സ്ഥലം എടുത്തു. അത് വിറ്റിട്ട് ഇവിടെ വന്ന് താമസിച്ചു. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വീതവും കൊടുത്തു. ഫാദറിന്റെ പേര് ജോസഫ്, വിളിക്കുന്ന കുഞ്ഞുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 41 കഴിയുന്നു. 41 വർഷം കഴിയുന്നു. ഭാര്യ ഉണ്ട്. ചേച്ചിയുടെ പേര് ഫിലോമിന. വീട് പന്തിരുവേലിൽ. വീട്ടുപേരാണ് പന്തിരുവേൽ. സ്ഥലം പാലാവയലിലായിരുന്നു. പന്തിരുവേലിലാണ് വീട്ടുപേര്. മാതാപിതാക്കന്മാര് ചാച്ചന്റെ അമ്മയുടെ പേര് പോള്. ചാച്ചന്റെ പേര് പോൾ എന്നാണ്. അമ്മയുടെ പേര് മേരി. അമ്മയുടെ പേര് മേരി. അമ്മയുടെ വീട്ടുപേര് കുന്നുംപുറത്ത്. തമ്പലക്കാട് കുന്നുംപുറത്ത് കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾക്ക് എത്ര മക്കളാണുള്ളത്? ഞങ്ങൾക്ക് 4 മക്കള്. 4 മക്കളാണുള്ളത്. 4 മക്കളിൽ ഒരു മകൻ നമ്മുടെ ഒപ്പം ഉണ്ട്. പേര് ജസ്റ്റിൻ. എന്ത് ചെയ്യുന്നു? ഇപ്പം വർക്ക് ചെയ്യുന്നത് സൂര്യാസിൽസ് ഇരിട്ടിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. നേരത്തെ BPCL കൊച്ചിൻ റിഫൈനറിൽ ഉണ്ടായിരുന്നു. BPCL കൊച്ചിൻ റിഫൈനറി. പിന്നെ മുംബൈയിൽ റിലയൻസിലുണ്ടായിരുന്നു. പെട്രോളിയം ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. എന്താ പഠിച്ചത്? ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചത്. ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിച്ചതാണ്. ക്വാളിറ്റി വർക്ക് ചെയ്യുന്നു. ക്വാളിറ്റി കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 7 വർഷമായി. ഭാര്യ പേര് ഗ്ലിസ എന്നാണ് പേര്. ഗ്ലിസായും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഇരിട്ടി അമല ഹോസ്പിറ്റലിൽ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു? 6 വർഷമായിട്ട് ഇരിട്ടി ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടിച്ചൻ ചേട്ടന്റെ മാതാപിതാക്കന്മാർ അമ്മയുടെ പേരെന്തായിരുന്നു? ബ്രിജിത്ത് എന്നാണ്. അച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ വീട്ടുപേര് ഈട്ടിക്കൽ എന്നാണ് വീട്ടുപേര്. സ്ഥലം മൈലാടിയിലാണ്. നാക്കനാടിനടുത്തുള്ള സ്ഥലമാണ്. ഈട്ടിക്കൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 8 മക്കളാണ് ഉണ്ടായിരുന്നത്. 7 ആണും 1 പെണ്ണും. മൂത്ത ചേട്ടന്റെ പേര് ജോർജ് എന്നാണ്. ഭാര്യയുടെ പേര് മേരി. അവർക്ക് 3 പിള്ളേർ. 3 കുട്ടികളാണ് ഉള്ളത്. മനോജ്, മനീഷ്, കവിത. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. തൊട്ട് താഴെയുള്ള ആള് കുട്ടിച്ചൻ ചേട്ടനാണ്. അതിന് താഴെയുള്ള ആള്
വർക്കിച്ചൻ വർക്കിന് കൂടറിഞ്ഞ താമസം കൂടരഞ്ചിയിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഈ അവിടെ തന്നെ ഇവിടെയുള്ളവരാണ്. ഇവിടെയാണ് അവരെന്നെ മാത്രം ഒരനിയൻ മാത്രമാണ് ഈ കൂടരഞ്ചിയിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് റോസമ്മ. റോസമ്മ എന്നാണ് ഭാര്യയുടെ പേര്. 3 മക്കൾ. 3 മക്കള്. 2 പെൺമക്കളും 1 ആണ്. 2 പെണ്ണും 1 ആണ്. അവരുടെ പേര് ടിങ്കിൾ, ടിമ്പിൾ, ടിങ്കിൾ, ടിമ്പിൾ, ടിമ്പിൾ, ടൂബിൾ. ടോബിൾ. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. അടുത്തയാള് അടുത്താണ് തോമസ്. തോമസ്. രായൻകുട്ടി എന്ന് പറയും. രായൻകുട്ടി എന്നാണ് അവർക്ക് 2 പിള്ളേർ. അവർക്ക് 2 പിള്ളേർ. 2 കുട്ടികളാണ് ഉള്ളത്. അവരുടെ പേര് അനു, നിതിനും. അനുവും നിതിനും. രാജന്റെ ഭാര്യയുടെ പേര് മേരി. മേരി എന്നാണ് രാജന്റെ ഭാര്യയുടെ പേര്. അടുത്തയാള് ദേവസ്യ. ദേവസ്യ. പാപ്പച്ചെന്ന് വിളിക്കും. പാപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. ഭാര്യയുടെ പേര് മേഴ്സി. മേഴ്സി എന്നാണ് ഭാര്യയുടെ പേര്. മക്കള് 2 പേര്. 2 പേര്. ബിബിനും വിപിക. ബിബിതയും. ബിബിനും വിപിതയും. അങ്ങനെ 2 പേര്. മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് അതിന്റെ പേര് ബേബി. ബേബി. നീനാന്ന് പേര്. ഭാര്യയുടെ പേര് നീന എന്നാണ്. ബേബി മരിച്ചുപോയി. ബേബി മരിച്ചുപോയി. 2 ആൺമക്കൾ. 2 ആൺമക്കളാണ്. അവരുടെ പേര് അവര് അരുണും കിരണും. അരുണും കിരണും. അങ്ങനെ 2 ആൺമക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് അതിന് താഴെയുള്ള അച്ഛനാണ്. അച്ഛനാണ് ഫ്രാൻസിസ്. ഫാദർ ഫ്രാൻസിസ് സ്ലാംബിക്കൽ. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛനായിരിക്കുന്നത്? ഷേൺ സ്റ്റാർ. ഷെൻ സ്റ്റാർ. ഇപ്പൊ എവിടെയാ സേവനം ചെയ്യുന്നത്? ആലുവ സെമിനാരിൽ. ആലുവ സെമിനാരില് ശുശ്രൂഷ ചെയ്യുന്നു. ഇനി ഒരു സഹോദരിയുണ്ട് അല്ലേ? ശാന്തമ്മ. ശാന്തമ്മ എന്നാണ്. കോട്ടയത്തെ ഒരു ഗവൺമെന്റിലാണ്. കോട്ടയത്ത് ഗവൺമെന്റിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്. ചേച്ചിയുടെ സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 9 മക്കള്. 9 മക്കളാണ് ഉണ്ടായിരുന്നത്. ചേച്ചി എത്രാമത്തെ ആളാ? ഞാന് 8ാമത്തെ ആളാണ്. 8ാമത്തെ ആളാണ്. ഏറ്റവും മൂത്തയാള്? ഏറ്റവും മൂത്തയാള് വാവച്ചൻ എന്ന് വിളിക്കും, ജെയിംസ്. പാവച്ചെന്ന് വിളിക്കുന്ന ജെയിംസ് ആണ്. മരിച്ചുപോയി. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് മേരി. മേരി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് മക്കളില്ല. അടുത്തയാള് ജോയി. ജോസ് എന്ന പേര്. ജോയി എന്ന് വിളിക്കുന്നു. പുള്ളി മരിച്ചുപോയി. ഭാര്യയുടെ പേര് റോസമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 4 മക്കള്. 4 മക്കളാണ്. 2 ആണും 2 പെണ്ണും. 2 പെണ്ണും. മൂന്നാമത്തെ ആള് സെറാഫിൻ. സെറാഫിന്റെ ഭാര്യയുടെ പേര് സോഫി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെണ്ണും. നാലാമത്തെ ആള് രാജൻ. രാജന്റെ ഭാര്യയുടെ പേര് ത്രീസമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ്. 2 ആണും 1 പെണ്ണും. രാജൻ മരിച്ചുപോയതാണ്. രാജന്റെ ഇളയത് മോളി. മോളിയുടെ ഭർത്താവിന്റെ പേര് ജോയി. മക്കള് 2 പേര്. 1 ആണും 1 പെണ്ണും. മോളി മരിച്ചുപോയതാണ്. അടുത്തത് വിൽസന്റെ ഭാര്യയുടെ പേര് വത്സമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 2 മക്കൾ. 1 ആണും 1 പെണ്ണും. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അടുത്ത എഡ്വിന്റെ ഭാര്യയുടെ പേര് റെജി എന്നാണ് ഭാര്യയുടെ പേര്. അവർക്ക് എത്ര മക്കൾ? അവർക്ക് 2 മക്കൾ. 2 മക്കളാണ് ഉള്ളത്. അടുത്തത് ഞാന്. ചേച്ചി തന്നെയാണ് അടുത്തയാള്. ഇളയ ഒരാൾ ഇങ്ങനെയുണ്ട് അല്ലേ? അവരുടെ പേര് ലവ്ലി എന്നാണ്. ഭർത്താവിന്റെ പേര് ജോണി. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളുണ്ട്. ഈ സഹോദരങ്ങളൊക്കെ താമസിക്കുന്നത് എവിടെയായിരുന്നു? ഞങ്ങള് ചിറ്റാരിക്കാലാണ് ആദ്യം വന്ന് താമസിക്കുന്നത്. അവിടുന്ന് പിന്നെ സഹോദരങ്ങൾ പിന്നെ പാലാവിലോട്ടായി. അങ്ങനെ പാലാവയലിലും ചിറ്റാരിക്കാലൊക്കെ ആയിട്ടാണ്. ഇപ്പൊ ഈ ഒരാള് തൃശ്ശൂരായിരുന്നു. മരിച്ചുപോയ രാജൻ എന്ന് പറഞ്ഞു. ഇപ്പൊ കോട്ടയത്താണ് ഷറാഫിനുള്ളത്. ജസ്റ്റിൻ, നിങ്ങൾക്ക് 4 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത ആളാരാണ്? റോസ്മിൻ ആണ്. വീട്ടിൽ വിളിക്കുന്ന പേര് മഞ്ജു എന്നാണ്. റോസ്മിൻ എന്നാണ് പേര്. ഭർത്താവിന്റെ പേര് അഭിലാഷ്. അവരെന്ത് ചെയ്യുന്നു? അവർക്കൊരു ഹോസ്പിറ്റൽ ഉണ്ട് തൃശ്ശൂര്. ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഹോസ്പിറ്റലിന്റെ പേര് ഇയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ സെന്റർ ആൻഡ് റിസർച്ച് അല്ലെ? അവിടെ ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോവുകയാണ് 2 പേരും കൂടി. അഭിലാഷിന്റെ വീട്ടുപേര് കടുപ്പിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം
മണ്ഡലം എന്ന് പറയുന്ന ഏത് ജില്ലയിൽ പെടും? കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ല മണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഭിലാഷിന്റെ വീട്. അവർക്ക് എത്ര മക്കളാണ് ഉള്ളത്? 4 മക്കള്. 4 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? മൂത്താള് ഇയാൻ, ഇവാന, ഇസബൽ, ഇവാൻ. അങ്ങനെ 4 മക്കളാണ് അവർക്ക് ഉള്ളത്. അവര് തൃശ്ശൂർ തന്നെയാണ് താമസം അല്ലെ? റോസ്മിന്റെ ഇളയത് ജാസ്മിൻ സഹോദരിയാണ്. സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് തോമസ്. വീട്ടുപേര്? ചീരംകുന്നൽ. സ്ഥലം? കണ്ണൂർ ജില്ലയിൽ ചരൾ എന്നുള്ള സ്ഥലത്താണ് അവരെ വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. പേര്? ഡിയോൺ, ദിയ. അങ്ങനെ 2 മക്കളാണുള്ളത്. അവരെ എന്ത് ചെയ്യുന്നു? പരിയാരം മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും നഴ്സുമാരാണ്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നു. അതിന് താഴെയുള്ളത് ജസ്റ്റിനാണ്. എന്റെ താഴെ ഫാദർ മെൽവിൻ ശ്രാമ്പികൻ. അതിന് താഴെയാണ് ഫാദർ മെൽവിൻ ശ്രാമ്പികൻ. അച്ഛൻ പുത്തൻ കുർബാന ചൊല്ലിയിട്ട് എത്ര വർഷമായി? 1.5 വർഷം ആയതേ ഉള്ളൂ പുത്തൻ കുർബാന ചൊല്ലിയിട്ട്. ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? കപ്പൂച്ചൻ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം എവിടെയാ സേവനം ചെയ്യുന്നത്? റേറോം എന്നുള്ള സ്ഥലത്ത്. റേറോമിന് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം ആലക്കോടിനടുത്ത് റേറോം എന്നുള്ള സ്ഥലത്താണ് ഫാദർ മെൽവിൻ സേവനം ചെയ്യുന്നത്. 1.5 വർഷമായുള്ളൂ പുത്തൻ കുർബാന ചൊല്ലിയിട്ട്. ഗ്ലിസയുടെ വീട്ടിലെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ചേച്ചിയാണോ ഉള്ളത്? അച്ചാച്ചന്റെ പേര് മാത്യു എന്നാണ്. അമ്മയുടെ പേര് ലീലാമ്മ. അമ്മയുടെ വീട്ടുപേര് വെള്ളാപ്പള്ളിയിൽ നിന്നാണ്. സ്ഥലം? ചന്ദനക്കാംപാറ ആണ്. കണ്ണൂർ ജില്ലയിലുള്ള ചന്ദനക്കാംപാറ എന്നുള്ള സ്ഥലത്താണ് അമ്മയുടെ വീട്. നിങ്ങൾ എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? 2 മക്കളാണ് ഉള്ളത്. കൂടെ സഹോദരിയാണോ സഹോദരനാണോ? ചേച്ചിയാണ്. ചേച്ചിയുടെ പേര്? ഗ്രീഷ്മ എന്നാണ് ചേച്ചിയുടെ പേര്. വീട്ടുപേര്? റേറോ എന്നുള്ള സ്ഥലത്താണ്. ആലക്കോട് കരിക്കാട്ട് എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? ജിജോ എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര്? ജോക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഏബൽ എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. രണ്ടാമത്തത് ആഗ്നസ്, മൂന്നാമത്തത് അമേലിയ. അങ്ങനെ 3 കുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഗ്ലിസയുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്തെങ്കിലും പഠിച്ചതാണ്? എംകോം വരെയാണ് പഠിച്ചത്. എവിടെയാ പഠിച്ചത്? ഡിഗ്രി വരെ പൈസക്കരി ദേവമാതാ സ്കൂളിലും കോളേജിലുമായിട്ട് പഠിച്ചു. പൈസക്കരി ദേവമാതാ സ്കൂൾ ആൻഡ് കോളേജ് അവിടെ വരെ ഡിഗ്രി ബികോം വരെ പഠിച്ചു. എംകോം പഠിക്കുന്നത് സെന്റ് ജോസഫ് പിലാത്തറയിലാണ് എംകോം പഠിച്ചത്. എംകോം പഠിച്ചിട്ട് ഉടൻ തന്നെ ജോലിക്ക് കയറിയായിരുന്നോ? അമല ഹോസ്പിറ്റലിൽ കയറിയതാണ്. പിടിച്ചിൻ ചേട്ടന് സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? 14 വർഷത്തിന് കമ്മിറ്റിക്കാരനായിട്ടിരുന്നു. 14 വർഷത്തോളം കമ്മിറ്റിക്കാരനായിട്ടിരുന്നു. 1 വർഷം കൈക്കാരനായിട്ടിരുന്നു. നിങ്ങളുടെ ഇടവക ഏതാണ്? എടപ്പുഴ സെന്റ് ജോസഫ് ചർച്ചാണ് ഇടവക. അമ്മച്ചിക്ക് പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. എന്തൊക്കെയാ പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ? പള്ളി ചെറുപ്പം മുതലേ പള്ളിയിലെ കോറിലങ്ങായിരുന്നു. പള്ളിയിൽ കൊയർ ഗ്രൂപ്പിൽ ചെറുപ്പം മുതലേ 11 വയസ്സ് മുതൽ ഏകദേശം 52 വയസ്സ് വരെ പാട്ട് പാടി. 52 വയസ്സ് വരെ പള്ളിയിൽ കൊയറിൽ പാട്ട് പാടി. ഇപ്പോഴും പാട്ട് പാടാൻ സാധിക്കുന്ന ഒരു യൗവനം നിലനിൽക്കുന്നുണ്ട്. ഉറപ്പില്ല. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു 4 ലൈൻ പാട്ട് പാടാവോ? നോക്കട്ടെ. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം നൽകി രക്ഷിച്ചു. നാഥ
നാഥ എൻ നാഥ വാഴ്ത്താം നിന്നെ സ്തുതിക്കാം നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ ചൊരിഞ്ഞതിനാൽ എന്റെ ജീവിതകാലം മുഴുവൻ സ്തുതി പാടാം. യേശു എന്നെ സ്പർശിച്ചു ജീവൻ എന്നിൽ വർഷിച്ചു ഈശോ എന്നെ സ്നേഹിച്ചു സൗഖ്യം നൽകി രക്ഷിച്ചു. വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പോഴത്തെ കൊയറിലുള്ള കുട്ടികൾ പോലും ഇത്രയും നന്നായിട്ട് പാടുമെന്നൊരു സംശയമുണ്ട്. ഇത് നിങ്ങളുടെ ഇടവകയ്ക്ക് പാടാതിരിക്കുന്ന ഒരു നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടോ? മാതൃവേദി സംഘടനകളിലൊക്കെ സംഘടനകളുടെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടാവും. ഏതൊക്കെ സംഘടനകളാണല്ലേ? മാതൃവേദിയിലുണ്ടായിരുന്നു. മാതൃവേദിയില് പിന്നെ കുടുംബ കൂട്ടായ്മയിലെ സെക്രട്ടറി ആയിരുന്നു. കുടുംബ കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്. അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കൊയറിൽ ഉൾപ്പെടെ നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സജീവമാണ്. ഈ കലാപാരമ്പര്യം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇളയ മോന് മെൽവിനച്ഛന് നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. നന്നായിട്ട് പാട്ട് കുർബാന എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നല്ല ശബ്ദവും നൽകി അനുഗ്രഹിച്ചു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.